ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. അവസാന സമർപ്പണ പ്രാർത്ഥനയെ സ്തുതിപ്പുവാണ്. അച്ഛൻ നിങ്ങളുടെ രോഗങ്ങൾ, കലരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജപ്തി നടപടികൾ, വിസ നടക്കാത്ത വിഷയങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, കലഹങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, ഈ മേഖലകളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധി. നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ, അത് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. And I put the Catholic Church with the power of Jesus Christ, with the emeritus of Holy Priesthood, I bless the Holy. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ മക്കളെ കർത്താവ് നീ ആശീർവദിക്കണമേ. കർത്താവ് ഓരോ മകനും, മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന, ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പരീക്ഷ തോറ്റ് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിസ പ്രോത്സാഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജപ്തി നടപടിയുള്ളവർ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, സങ്കടങ്ങളെല്ലാവരും കർത്താവിൻ്റെ ദിവസം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സന്ധി, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 പ്രിയമുള്ളവരെ, ഒക്ടോബർ 25 നമ്മുടെ മരിയൻ ജപമാല റാലി ഇവിടെ നിന്ന് അർത്തിങ്ങപ്പള്ളിയിലേക്ക്. രാവിലെ 6 മണിക്ക് ജപമാല റാലി ആരംഭിക്കാം. അപ്പം നിങ്ങളുടെ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓർപ്പിക്കുന്നത്. ബാക്കി അതിൻ്റെ വിഷയങ്ങളെല്ലാം അറിയിക്കും. ഇപ്പം തന്നെ നമ്മുടെ കൃപാസനത്തിൽ വരുന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് ഓൺലൈൻ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാലിക്ക് വേണ്ടിയുള്ള ഓരോരോ രാജ്യങ്ങളിലുള്ളവരും ഓരോ ജില്ലകളിലുമുള്ളവർ അവർക്ക് പരസ്പരം അറിയാവുന്നവർ തമ്മിൽ കൂടിയിട്ട് റാലിയുടെ വിജയത്തിനായിട്ടും സുരക്ഷിതത്തിനായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അതിന് പ്രത്യേക ദിവസം ഫിക്സ് ചെയ്ത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് അങ്ങനെ ഒരു അഡ്മിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അഡ്മിനിലെ കൃപാസനം കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ വായ്പ ചോദിക്കുകയൊന്നും ചെയ്യരുത്. കഴിഞ്ഞ കൊല്ലം കുറേ ഫ്രോഡുകൾ കൃപാസനം വാട്സപ്പിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അത് അങ്ങനെ അവർ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ കൃപാസനം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തവർ എൻ്റെ അത് കയറി. അപ്പം അങ്ങനെയുള്ളതൊന്നും സംഭവിക്കരുത്. നിങ്ങൾക്ക് അഡ്മിഷൻ, അതായത് ഒരു ഉടമ്പടി പുതുക്കിയവർ 3 പ്രാവശ്യമെങ്കിലും പുതുക്കിയവരാണ് അഡ്മിനാകേണ്ടത്. അവരാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
ഉടമ്പടി 3 പ്രാവശ്യങ്ങളും പുതുക്കിയവർ അഡ്മിൻ ആയിക്കൊണ്ട് വാട്സപ്പുകൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അഡ്മിൻ കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നമ്പർ ജനറൽ മാനേജറിൻ്റെ നമ്പർ 79 07 622 497. അപ്പോൾ ഒരു ഉടമ്പടി 3 പ്രാവശ്യങ്ങളും പുതുക്കിയവർ അഡ്മിനായിക്കൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഉടമ്പടി എടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകാവൂ, എടുക്കാത്തതിൻ്റെ അകത്ത് കയറ്റരുത്, അവർക്ക് അറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷം അഡ്മിന് ഇപ്പം പറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കൂട്ടായ്മ അച്ഛൻ നേരിട്ട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ നമ്പർ, അഡ്മിൻ്റെ നമ്പർ ജനറൽ മാനേജർ കൊടുക്കണമെന്ന് പറയണത്. ആ കൂട്ടായ്മ അഡ്മിന്മാരെ അച്ഛൻ നേരിട്ട് വിളിക്കുന്നുണ്ട്. അഡ്മിൻ്റെ ഒരു സഹായിയെ കൂടി വിളിക്കും. അപ്പം അങ്ങനെ ഈ ദിവസങ്ങളിൽ ആഗസ്റ്റ് മാസം തന്നെ അത് വിളിക്കുന്നതായിരിക്കും. അപ്പം ഇനി ഒരു ജാഗ്രത വേണം. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പാതയിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 25 ജവമാന റാലി. ഓക്കെ അല്ലേ? നിങ്ങളുടെ ബാക്കി വിഷയങ്ങൾ, ഓരോരുത്തരുടെയും സങ്കട വിഷയങ്ങൾ മൗനമായി ദിവ്യകാരുണ്യ തിരുസേനയും ഈശോയുടെ അമ്മയുടെ മാധ്യസ്ഥത സമർപ്പിക്കേണ്ട സമയമാണിത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആശീർവാദം സ്വീകരിക്കാം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേവതാവി നന്ദി, ദേവതാവി മഹത്വം, ദേവതാവി ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സുമി. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പിറവത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 15 ജനുവരി 2024 എനിക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതെൻ്റെ മോനാണ്, ജോയൽ ജോണി.
ഞാൻ വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലാണ്. ഞാൻ മോന് വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചു. എൻ്റെ വീട്ടുകാരുടെ സഹായത്തോടു കൂടി അവിടെ വെച്ച് കുറേ കഷ്ടപ്പാടുകളുണ്ടായെങ്കിലും അത് വിസ അവിടുത്തെ ശരിയായി കിട്ടുകയും ഇവിടെ വന്ന് കൊടുക്കുകയും ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മച്ചി മരിച്ചു പോവുകയും പിന്നീട് വേറൊരു ജോലിക്ക് കയറേണ്ടതായി വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ പേപ്പർ അവരുടെ ആദ്യത്തെ ജോലി ചെയ്തിരുന്ന വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവരെന്നോട് അവിടുത്തെ റെസിഡൻസ് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ അവരോട് കേണപേക്ഷിച്ചു. എൻ്റെ മോൻ്റെ പേപ്പർ ശരിയാക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല. എന്നാൽ ഞാൻ ജോലി നോക്കുന്ന സ്ഥലത്ത് എൻ്റെ മോനെ നിർത്തുവാൻ അവർക്ക് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ റെസിഡൻസ് കിട്ടുവാനും സാധിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ റെസിഡൻസ് അവിടെ വെച്ച് കട്ട് ചെയ്തു. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു നാളെ തന്നെ അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ റെസിഡൻസ് ഇന്ന പോലെയാണ്, വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇനി വേറെ ഇത് ഒന്നേന്ന് മുതൽ വീണ്ടും തുടങ്ങണം, അവൻ്റെ വേറെ റെസിഡൻസ് ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അത് 1 മാസത്തിനുള്ളിൽ തന്നെ അവിടെ പേപ്പറുകൾ കൊടുക്കണമെന്നും പറഞ്ഞു. ഞാൻ ആകെ നിസ്സഹായാവസ്ഥയിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നു. അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ കൈയൊഴിഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ഇറ്റാലിയനിലുള്ള എല്ലാവരോടും ചോദിച്ചു, എങ്കിലും ഒരു വീട് പോലും നമുക്കൊന്ന് തരപ്പെടുത്തി കിട്ടാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ഒരു റെസിഡൻസിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാൻ മാതാവിനോട് ഞാൻ ഇവിടെ നിന്നും പോയപ്പോൾ എൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ കയ്യിൽ നിന്നും ഉടമ്പടി പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച ഉപവാസവും ഉറക്കമില്ല, കണ്ണുനീര് മാത്രമായി എൻ്റേത്. അവസാനം ഞാൻ അമ്മയ്ക്കൊരു ലെറ്റർ എഴുതി വെച്ചു. അമ്മേ, എനിക്കിനി മുമ്പിൽ വേറൊരു ഓപ്ഷനും ഇല്ല. ഒന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ പേപ്പർ ശരിയാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ പേപ്പറില്ലാതെ ഇവനെ ഇവിടെ നിന്നും വിടണം. ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി തിരിച്ചു വിടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അമ്മ ഇടപെട്ട് എനിക്കിത് സാധ്യമാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വഴി എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് പരിശ്രമിച്ച് നോക്കാം, കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അവരുടെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് ഞങ്ങളൊരു ഓഫീസിൽ പോയി. അവിടെ വെച്ച് അവിടുത്തെ അവർ എടുത്തിരിക്കുന്നത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീടാണ്. അവരുടെ ഓണർ അറിയാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഓണറിൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തില്ല, കാരണം അവരോട് പറയാതെ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ പേപ്പറുകളെല്ലാം സമർപ്പിച്ചു. പിറ്റേ ദിവസം അവിടുത്തെ ഓഫീസർ വിളിച്ചു, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഒന്ന് നീക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓഫീസർ ഉണ്ടായിരുന്നില്ല. ഞാൻ അവരോട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പേപ്പർ ശരിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുവരെയൊന്നും ആയിട്ടില്ല, നിങ്ങളോട് വരാൻ പറഞ്ഞത് പേപ്പർ ശരിയായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പേപ്പർ ശരിയായില്ല. പിറ്റേ ദിവസവും എൻ്റെ ഫ്രണ്ട് പോയി അവിടെ അന്വേഷിച്ചപ്പോൾ ആ ഓഫീസർ അവധിയായിരുന്നു. പിന്നീട് ഞങ്ങൾ പറഞ്ഞു, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്ക് നമുക്ക് അവിടെ പേപ്പർ വയ്ക്കാനുള്ള ഓപ്ഷനില്ല. അതുകൊണ്ട് മാതാവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ, നീ എന്നിൽ കനിയണം, ഇല്ലെങ്കിൽ എനിക്ക് ഇവനെ ഇവിടെ നിന്നും പറഞ്ഞു വിടേണ്ടതായി വരും. അപ്പോൾ പിന്നീട് ഒരു ദിവസം തിങ്കളാഴ്ച ആ മാഡം വിളിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേപ്പർ ശരിയായിരിക്കുകയാണ്, നാളെ രാവിലെ വന്ന് നിങ്ങൾ കൈപ്പറ്റിക്കോളാൻ പറഞ്ഞു. അത് മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. കാരണം ആ മാഡം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടുകയില്ലായിരുന്നു. ആരോ അവിടെ അത് ചെയ്തു വെച്ച് എൻ്റെ പേപ്പർ ഡോക്യുമെൻ്റ് എല്ലാം ശരിയാക്കി എനിക്കത് സാധ്യമാക്കി തന്നു. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പടിപടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എൻ്റെ ഫിംഗറിന് പേപ്പർ വെച്ചു, ഫിംഗറിന് വെച്ചു.
ഫിംഗർ 3 മാസം കഴിഞ്ഞാണ് ഫിംഗർ കിട്ടുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഇനി വേറെ ഒരു ഡോക്യുമെൻറ്റും എന്നോട് ചോദിക്കരുത്, എൻ്റെ കയ്യിൽ തരാൻ ഇനി എനിക്ക് ഒന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ഡോക്യുമെൻ്റ് മാത്രമേ എന്നോട് ചോദിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. 3ാമത്തെ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവനെ വിളിച്ചു, ഫിംഗർ നടത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പേപ്പർ പോലും ചോദിക്കാതെ അവൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സാധ്യമാക്കി തന്ന് അവൻ്റെ വിസ 1 മാസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി തന്നെ. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ഏപ്രിൽ 5-ാം തീയതിക്ക് മുമ്പായി അവൻ്റെ വിസ എനിക്ക് ശരിയാക്കി തരണം എന്ന് പ്രാർത്ഥിച്ച് ഏപ്രിൽ 4-ാം തീയതി വിസ അവന് ശരിയായി കിട്ടുകയും ചെയ്തു. പിന്നീടുള്ള അവന് വീണ്ടും അവൻ നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്തു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ ബാക്കിയുള്ള റെസിഡൻസുകളും ഡോക്ടറുടെ കാർഡും അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണ്ടിയിരുന്നു. അപ്പോൾ അത് വീണ്ടും എടുക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് സ്പിഡ് എടുക്കണം. അതിന് വേണമെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ, അതിന് സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെട്ടു. ഓരോ ഓഫീസേഴ്സിലും കയറി ഇറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഇവന് വേണ്ടി മാത്രമാണ് 3 പ്രാവശ്യം അവൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഇതിനു വേണ്ടിയിട്ട് ഡേറ്റ് യൂണിവേഴ്സിറ്റി മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതനുസരിച്ച് ആ സമയത്തിനനുസരിച്ച് ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുവാനും അതിന് സ്കോളർഷിപ്പ് കിട്ടുവാനും സാധിച്ചു. അങ്ങനെ അവൻ്റെ നേഴ്സിംഗ് പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്ന് പരിശുദ്ധ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി സ്തുതിയെ പറയുന്നു. പിന്നീട് കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് എനിക്ക് അവിടെ പരിമിതമായ കാരുണ്യപ്രവർത്തികളാണ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസപരമായിട്ടാണേലും ശാരീരികമായിട്ടാണേലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നീട് എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാനുള്ള കൃപ, ഞാൻ മാതാവിനോട് ജോലിക്ക് കയറിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് പള്ളിയിൽ പോകാനുള്ള കൃപ എനിക്ക് തരണം. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. ഓടിപ്പോയി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം എനിക്ക് അനുവദിച്ചു തന്നു. പള്ളിയിൽ പോകാനുള്ള കൃപ എനിക്ക് തന്നു. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ അപ്പായിക്കും എൻ്റെ അമ്മ മാതാവിനും ഈ അൽത്താരെ വന്ന് സാക്ഷ്യം പറയാൻ ഈ പാപിയായി എന്നെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി സ്തോത്രവും സ്തുതി അർപ്പിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് അമ്മയോട് തിരുക്കുമാരനോടും മാപ്പ് ചോദിച്ചുകൊണ്ട് എനിക്ക് അപ്പായും തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ പറയുന്നു. 2019 മെയ് 9-നാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് 6 കാര്യങ്ങൾ വെച്ചു. പക്ഷേ എൻ്റെ അമ്മ 6 കാര്യങ്ങളിൽ കൂടുതൽ എനിക്ക് നടത്തി തന്നു. അതിൽ എല്ലാം ഇവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ഒരു ഭവനമായിരുന്നു എനിക്ക് ആഗ്രഹം. അത് എൻ്റെ മകനിൽ കൂടി എനിക്ക് സാധിച്ചു തന്നു. പക്ഷേ എൻ്റെ മകൻ 2022 ജൂലൈ 10-ാം തീയതി ആർമിയിലായിരുന്നു. എൻ്റെ കുഞ്ഞ് ഒരു ആക്സിഡൻറ്റോടുകൂടി ആ സ്പോട്ടിൽ പോവുകയും പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ആർമിയിലെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് വന്ന സാറുമാരെല്ലാം നല്ലതായിട്ട് എനിക്ക് നടത്തി തന്നെ എല്ലാ കാര്യങ്ങളും 1 മാസം കൊണ്ട് പെൻഷൻ ഉൾപ്പെടെ എല്ലാം എനിക്ക് നടത്തി തന്നു. എൻ്റെ മകനായിരുന്നു ഭവനത്തിനോട് ആഗ്രഹം. പക്ഷെ മകൻ്റെ പൈസ കിട്ടിയപ്പോൾ ആ ഭവനം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണത്. ഞാൻ ആ ഭവനം തുടങ്ങുമ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് അവിടെ ഇടുകയും എല്ലാം ചെയ്തു. പെട്ടെന്ന് തന്നെ 9 മാസത്തിനകം എൻ്റെ ഭവനം പൂർത്തീകരണമായി. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ ഭവനം പണിഞ്ഞത്. പക്ഷെ അത് കാണാൻ എൻ്റെ പൊന്നുമകനില്ല എന്നുള്ള ഒരു സങ്കടം ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. 2ാമത് എൻ്റെ മകൾക്കൊരു വിവാഹമായിരുന്നു. അതും എനിക്ക് സാധിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ അപ്പായോട് പറഞ്ഞ് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ക്രൈസ്തവരാണ്.
പക്ഷേ ആ ഒരു കത്തോലിക്ക മതവിശ്വാസത്തിൽപ്പെട്ട നല്ലൊരു മകൻ, അവൻ ദൈവവിശ്വാസിയാണ്. അവനിപ്പോൾ മാൾട്ടായിലാണ് ജോലി ചെയ്യുന്നത്. മകള് കൂടെ വന്നിട്ടുണ്ട്. അവൾ ഉടമ്പടി പുതുക്കാൻ അങ്ങോട്ട് കയറിയിരിക്കുന്നു. അതിനും നല്ലൊരു വിവാഹം തന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് നടത്തി തന്നു. പിന്നെ എനിക്ക് വസ്തു വേണമായിരുന്നു. മോനാണ് ഈ വസ്തു വാങ്ങിച്ച് ഞങ്ങൾക്ക് ഭവനം പണിഞ്ഞ് തന്നത്. അത് ഞാൻ എഴുതാൻ മറന്നുപോയി. കുഞ്ഞ് 8 ലക്ഷം രൂപ കൊടുത്ത് വസ്തു വാങ്ങിച്ച് ഞങ്ങൾക്ക് ഭവനം പണിഞ്ഞ്, കുഞ്ഞില്ലായിരുന്നെങ്കിലും ആ ഭവനം പണിഞ്ഞ് പൂർത്തീകരിച്ചു. പിന്നെ പെങ്ങടെ 10 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ഞാൻ വിശുദ്ധ ഉപ്പ് കൊണ്ടുവന്നെന്നും അവിടെ ഇടുമായിരുന്നു. അങ്ങനെ ആ വസ്തു ഒരു തർക്കവും കൂടാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് വാങ്ങിച്ചു തരാൻ എന്നെ അനുവദിച്ചു. എല്ലാ കാര്യങ്ങളിലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് എല്ലാത്തിനും കൂടെ ഉണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി എൻ്റെ അമ്മ മാതാവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചു. ഇവിടെ വന്ന് മണ്ണിൽ ചവിട്ടിയ ഒരു മനുഷ്യനും ആരും പോകുകയില്ല, നന്മയായിട്ട് തന്നെ പോവുകയുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ അനിയനാണേലും, ഭർത്താവിൻ്റെ അനിയനെ രോഗമായിട്ട് കിടപ്പായിരുന്നു. അധികം പ്രായം 60 വയസ്സേ ഉള്ളായിരുന്നെങ്കിലും പുകവലിച്ച് കാലെല്ലാം പഴുത്ത് എന്നും ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ നേരത്തെ കേട്ടിരുന്നു. പ്രായമായ ഒരപ്പച്ചനെ ഇങ്ങനെ തൈലം പുരട്ടി അഭിഷേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒത്തിരിയും കഷ്ടപ്പെടുത്താതെ ആ അപ്പച്ചനെ എടുത്തു എന്ന്. അപ്പോൾ ഞാനും അവിടെ ചെന്നു, ഇവൻ്റെ അടുക്കൽ ചെന്ന് തൈലം തൊട്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അപ്പാ എൻ്റെ അമ്മ മാതാവേ, ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഇവനെ കഷ്ടപ്പെടുത്തല്ല, ആഹാരം കഴിക്കത്തില്ല, ഞങ്ങൾ കഴിക്കുമ്പോൾ അവൻ കഴിക്കാതെ കിടക്കുന്നു. ഏതായാലും തൈലം പുരട്ടിയപ്പോൾ ആ മകനും ഭയങ്കര കരച്ചില്ല, ഞാനും കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. അവനും ഭയങ്കര വിശ്വാസിയാണ്. അങ്ങനെ ഏതായാലും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മകനും ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊണ്ട് എല്ലായിടവും കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോൾ ചിലർ നമ്മളെ ഷൗട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ സന്തോഷമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അമ്മയുടെ തൈലം പുരട്ടിയാണിത് കൊടുക്കുന്നത്. ഞാൻ പറയുക, എത്തേണ്ടവരുടെ കൈകളെ അമ്മ എത്താവുള്ളൂ, എല്ലാ പള്ളികളിലും പാതകളിലും ഒന്നും കൊണ്ടുവെക്കാറില്ല. അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, അടുത്ത അനാഥാലയമുണ്ട്, അവിടെ പോയി അവർക്ക് എൻ്റെ മോൻ്റെ ഓർമ്മ ദിവസങ്ങളാണേലും അവൻ്റെ ബർത്ത്ഡേ ആണേലും മകളുടെ ബർത്ത്ഡേ ആണേലും എല്ലാത്തിനും അവിടെ കൊണ്ടുവന്ന് അവർക്ക് കൈലി തോർത്തുകളും എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആഹാരത്തിന് അവിടെ പൈസ കൊടുക്കാനുണ്ട്. ആ ദിവസം നമ്മൾ വീട്ടിലൊന്നും ആഘോഷിക്കുകയില്ല, എല്ലാം മോൻ്റെ ഓർമ്മ ദിവസങ്ങളും എല്ലാം അവിടെ അനാഥാലയത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന ഇന്ന് വരെയും എനിക്ക് എൻ്റെ അമ്മയുടെ സന്നിധിയിൽ വന്നേ പിന്നെയാണ് എനിക്ക് കഷ്ടത വന്നെങ്കിലും എനിക്ക് അതിനകത്ത് സങ്കടമില്ല. ഞാൻ വിജയകുമാർ സാറിനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, സാറേ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിൻ്റെ മകൻ ദൈവസന്നിധിയിലുണ്ട്. അച്ഛൻ പറയുമായിരുന്നു, ഉടമ്പടിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടതകൾ വന്നാൽ അത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന്. അച്ഛൻ്റെ ടോക്കുകൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. അത് പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും കേൾക്കാറുണ്ട്. ഉടമ്പടി സാക്ഷ്യം രാവിലെ കാപ്പിക്ക് തൊട്ട് രാവിലെ ആഹാരം പാകം ചെയ്യുമ്പോൾ തൊട്ട് ഇത് ഓണാക്കി അടുക്കളയിൽ വെച്ചിട്ട് ഒരു ദിവസം പോലും സാക്ഷ്യം കേൾക്കാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കും, രാവിലെയും വൈകിട്ടും സമയമുള്ളപ്പോഴെല്ലാം. പിന്നെ ജപമാല ചൊല്ലാറുണ്ട്, ജപമാല റാലിയിൽ പങ്കെടുക്കാറുണ്ട്. എത്ര വയ്യാങ്കിലും എത്ര നടന്നാന്നേലും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച്, അമ്മേ നേരത്തെ തൊട്ടേ പ്രാർത്ഥിക്കും, എനിക്ക് ആ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ, എനിക്ക് ശരീരത്തിന് ആരോഗ്യം തരണേ എന്ന്. പിന്നെ വലിയൊരു വിരൾ മടങ്ങുകയില്ലായിരുന്നു. ഈ അമ്മയുടെ തൈലം പുരട്ടി ഈ വിരൽ ഇങ്ങനെ നിൽക്കുകയുള്ളായിരുന്നു. ഈ അമ്മയുടെ തൈലം ഇന്നും ഞാൻ പുരട്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ ഈ വിരലിന് യാതൊരു കുഴപ്പമില്ലാതെ എൻ്റെ അമ്മ മാതാ അതുപോലെ എവിടെയൊക്കെ വേദന ഉണ്ടെങ്കിലും എല്ലായിടവും ഈ ഭാഗമൊക്കെ ഭയങ്കര വേദന. അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഞാൻ ആശുപത്രി പോയല്ല, ഈ തൈലത്തേലാണ് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുകയില്ല, തള്ളുകയില്ല. അപ്പായും അമ്മയും നമ്മൾക്ക് വേണ്ടി എന്നും കൂടെ ഉണ്ട് എന്ന് ഞാൻ അമ്മയോട് പറയാം. അപ്പാ ഞങ്ങൾക്ക് വേണ്ടി അപ്പായോട് നിമാധ്യസ്ഥം വഹിക്കണമേ എന്ന്. വെളുപ്പിന് അച്ഛൻ്റെ ടോൾ കേൾക്കും, വെളുപ്പിന് ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും കേൾക്കാത്ത ദിവസങ്ങളില്ല. 5 മണിക്ക് മുമ്പേ എഴുന്നേറ്റ് 1/2 മണിക്കൂർ ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ
തുടങ്ങുന്നത് എൻ്റെ പ്രാർത്ഥന. അത് കഴിയുമ്പോഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കേൾക്കും. ചൊവ്വാഴ്ച പ്രാർത്ഥനകളിൽ ആരേലും വീട്ടിൽ വരുന്നെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഞാൻ ഇവിടെ ഇല്ല, ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. കാരണം എനിക്ക് ആ ചൊവ്വാഴ്ചത്തെ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടിയേ പറ്റത്തുള്ളൂ. എന്നോടൊരു ക്രിസ്ത്യൻ സഹോദരി തന്നെ എന്നോട് ചോദിച്ചു, ചേച്ചി ഇത്രയും നേരം എങ്ങനെ ഇരുന്നത് കേൾക്കും? ഞങ്ങൾക്കൊക്കെ അത് ബോറടിക്കുന്നുണ്ട്, 2 മണിക്കൂറോളം എങ്ങനെ കേൾക്കും? ഞാൻ പറയാം, അത് കേൾക്കാൻ എല്ലാ ചൊവ്വാഴ്ച അത് കേട്ടാൽ നമ്മളത് കേട്ടിരിക്കും. എനിക്കൊരു ബോറടിയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ അന്ന് ആര് വന്നാലും ഞാൻ ഒന്നീ കഥ കടച്ച് പരക്കാത്തിരുന്ന് കേൾക്കും, അല്ലെ ഞാൻ അവരിങ്ങോട്ട് വരണ്ട എന്ന് പറയും. എല്ലാ അനുഗ്രഹങ്ങളും, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവും അപ്പായും എനിക്ക് തന്നില്ലേ. എല്ലാത്തിനും സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ ഭവനത്തെ കാത്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു. 12ാമത്തെ ഉടമ്പടിയാണ് ഞാൻ ഈ പുതുക്കുന്നത്.